കൊനിൻചുവ ഷോയെ യൊക്കുസു സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഹായ്, വെൽക്കം ടു ദ ഷോ. ഇതിന്റെ പുത്തൻ റേബൻ ഗ്ലാസ്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ഒരേ ജനായി ഒരേനോ നിൻഷിൻ സൊന്ന കാഞ്ചി ജനായി. ആദ്യമായിട്ടാണ് ഒരു 10-30 പേര് ഒരുമിച്ച് ജപ്പാനിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എറണാകുളം സിറ്റിയിൽ രാത്രി 2 മണിക്ക് നടന്നു പോവാൻ ചേച്ചിക്കാണെങ്കിൽ ചെറിയൊരു പേടി ഉണ്ടാവില്ലേ? ജപ്പാനിൽ എവിടെ വേണമെങ്കിൽ നടക്കാം, ഒന്നും ചെയ്യില്ല ഒരാളും. ടെക്നോളജി, സേഫ്റ്റി, അത് രണ്ടും പെർഫെക്റ്റ് ആണ്. വേറെ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാൻ അത്രയ്ക്കും തന്നെ അതിനെക്കാട്ടി നല്ല ടെക്നോളജി കൺട്രിയാണ് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിൽ തന്നെ ഉള്ളത്. കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ, ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളത് അവൾക്കാ. പോസ്റ്റ് ഓഫീസിൽ നിന്ന് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. പെർ അവർ 1800 yen പെർ അവർ. ജപ്പാനിൽ ഒരു 7.5 ലക്ഷം കുട്ടികളാണ് ഉണ്ടാവുന്നത്. നമ്മളവിടെ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്നത് മാത്രം 15 ലക്ഷമാണ്. 56 പേപ്പർ എഴുതിയിട്ട് ഒരു ബിടെക്കാരൻ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ബിടെക്കാരെ കാണുമ്പോൾ പുച്ഛിക്കരുത്. ഇച്ചിരിത്തെ നിബിമിന്റെ കീതേ ഗീതേ ശിശിതേ. കൊനിൻചുവ ഷോയെ യൊക്കുസു സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഹായ്, വെൽക്കം ടു ദ ഷോ. ഇത് എന്താണെന്നറിയോ? ജാപ്പനീസ് ഭാഷയാണ്. ഞാനൊന്ന് എൻ്റെ വേഷമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലേ, ഒന്ന് ജപ്പാൻ വരെ പോയി വരാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, ഒരു 10-30 പേര് എൻ്റെ കൂടെ ജപ്പാനിലേക്ക് വരുന്നുണ്ട്. സംഭവം എന്താണെന്നുള്ളത് ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാം. ഹായ്, വാവ്, എല്ലാവരും ജപ്പാനിലേക്ക് പോകാൻ എക്സൈറ്റഡ് ആണോ? ആണ്. ആദ്യമായിട്ടാണ് ഒരു 10-30 പേര് ഒരുമിച്ച് ജപ്പാനിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. സംഭവം നമ്മുടെ ഒരു ജപ്പനീസ് ലാംഗ്വേജ് അക്കാഡമി ഉണ്ട് കോഴിക്കോട്. അവിടെ നിന്നാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് ജപ്പാനിലേക്ക് പോകുന്നത്. അപ്പം ഞാനും പോരുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? എന്തുകൊണ്ടാണ് ജപ്പാനിൽ പോകാം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം എന്താണ്? കൂടുതൽ ജോലി ഓഫറുകളുണ്ടോ, അതോ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നല്ലതായതുകൊണ്ടാണോ? എന്തായിരിക്കും നിങ്ങൾ? ടെക്നോളജി, സേഫ്റ്റി, അത് രണ്ടും പെർഫെക്റ്റ് ആണ്. പിന്നെ നല്ലൊരു ഡെവലപ്ഡ് കൺട്രി ഏഷ്യൻ കോണ്ടിനെന്റിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം തോന്നുമ്പോൾ പോരാം, അങ്ങനെയല്ല, അത് കുറച്ച് ദൂരമാണ്. അങ്ങനെയല്ല, ഇംഗ്ലണ്ടിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. വേറെ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകേണ്ട അത്രയ്ക്കും തന്നെ അതിനെക്കാട്ടി നല്ല ടെക്നോളജി കൺട്രിയാണ് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിൽ തന്നെ ഉള്ളത്. ക്ലൈമറ്റ് വൈസ് ആണെങ്കിലും അവിടെയുള്ള അത്രയും പ്രശ്നമില്ല ജപ്പാനിലും. അതേപോലെ അതിന്റെ ടെക്നോളജിക്കൽ ഗ്രോത്ത്, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൊണ്ടും ആണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമ്മൾ ഈ ജപ്പാനിലേക്ക് പോകണമെങ്കിൽ കുറച്ച് എക്സാമുകളൊക്കെ പാസ്സാവണ്ടേ? നിങ്ങൾക്ക് ആ എക്സാമൊക്കെ പാസ്സായി പോയിട്ട് വന്ന ആൾക്കാരല്ലേ? ജപ്പാനൊക്കെ ഇഷ്ടമായോ? അടിപൊളി കൺട്രിയാ അല്ലേ? ആ, പണ്ടത്തെ ഇന്ത്യ. ഓ മൈ ഗോഡ്, അതെന്താ അങ്ങനെ പറഞ്ഞ? അവരെത്ര ടെക്നോളജിയിൽ അപ്വേർഡ്സ് ആയാലും എത്രത്തോളം അവര് ഹൈപ്പ് എലിവേറ്റ് ആയാലും റൂട്ട് ലെവൽ അത് അവര് അവിടെ കീപ്പ് ചെയ്തിട്ട് അവര് ബാക്കി നോക്കത്തുള്ളൂ. നിങ്ങൾക്ക് ജപ്പാനിലേക്ക് പോകാനായിട്ട് എത്ര റൗണ്ട് എക്സാം എഴുതണം? ഞങ്ങൾ അങ്ങനെ എക്സാം എഴുതി എന്നുള്ളതല്ല, ഞങ്ങൾ എല്ലാത്തിനും ഒരു ഈസിനെസ് എന്ന രീതിയിൽ ബേസിക് ലെവൽ ഓഫ് ലാംഗ്വേജ് ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. N5 ലെവൽ. ഓ, അത് ശരി. ടഫ് ആണോ ലാംഗ്വേജ് പഠിക്കാൻ? നമ്മുടെ എഫേർട്ട് പോലെ ഇരിക്കും. നമ്മൾ എത്രത്തോളം എക്സ്പോസ്ഡ് ആവുന്നു, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, ആ ഒരു രീതിക്ക് ഇരിക്കും. അപ്പൊ പണ്ടത്തെ ഗൾഫ് വിസ തട്ടിപ്പ് പോലെ കുറെ ജപ്പാന്റെ വിസ തട്ടിപ്പ് നടക്കുന്നുണ്ട്. കാരണം ആർക്കും ഒന്നും അറിയില്ല. നമ്മളിപ്പോ ഒരു ഡോക്യുമെന്റ് എടുത്താൽ പോലും ഫുള്ള് ജാപ്പനീസ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ പോണതിന്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കിയാൽ ഫുള്ള് ജാപ്പനീസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോലും ഇംഗ്ലീഷ് ടു ജാപ്പനീസ് ട്രാൻസ്ലേഷൻ അല്ല, ജാപ്പനീസ് ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത്ര നമുക്കിപ്പോ ഒരു ഡോക്യുമെന്റ് വായിച്ചിട്ട് ഇപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അറിയണ്ടാവും. ഇപ്പൊ ഞങ്ങളവിടെ റെസ്യൂമെ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും നമുക്കിപ്പോ ഡയറക്റ്റ് എഴുതാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണല്ലോ, ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയിട്ട് അത് ജാപ്പനീസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ സെൻസിയെ വായിച്ചു നോക്കിയിട്ട് പറയും എന്തേ എഴുതി വെച്ചിട്ടുള്ളത്, ഫുള്ള് തെറ്റാലോ. അപ്പോ പെറ്റിക്കാൻ ഭയങ്കര എളുപ്പം കുറെ പേര്. അപ്പൊ കുറച്ചുകൂടെ ജെന്യൂൻ ആയിട്ടുള്ളത് സെൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് സെൻസ് നമ്മളെ പഠിപ്പിച്ചു തരും. അതാണ് മെയിൻ. അപ്പോ അവിടെ എത്തിയിട്ടാണെങ്കിൽ പോലും സെൻസ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് റെഡിയാക്കി തരും. നിങ്ങളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരല്ലേ അല്ലേ? സിനിമയിലെ കുറച്ച് അടിപൊളി ഡയലോഗുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാപ്പനീസിലേക്ക് ആക്കി തരുമോ? വല്ലാത്ത കോൺഫിഡൻസ്. ഞാൻ പറയട്ടെ, ആദ്യത്തെ ഡയലോഗ്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ആരാ പറയാ? ഓ, തിരക്കാവുന്നെന്ന്. ഒരേ ജനായി ഒരേനോ നിൻഷിൻ സൊന്ന കാഞ്ചി ജനായി. ആ എക്സ്പ്രഷനോട് ഇട്ടൊന്ന് പറയാം. അതെനിക്ക് വരില്ല, അഭിനയിക്കാൻ അറിയില്ല. ഒന്നുകൂടെ പറഞ്ഞേ. ഒരേ ജനായി ഒരേനോ നിൻഷിൻ സൊന്ന കാഞ്ചി ജനായി. എന്റെ ഗർഭം ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞല്ലോ. അടുത്തത് പറയട്ടെ. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. ആരാ പറയാ?
അരെ അരെ ചിച്ചി ഇക്കനായിതേ ചിച്ചി ഇക്കനായിതേ. എന്ത് ചീച്ചിയ പറഞ്ഞ? പോകല്ലേ 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 അയ്യോ അച്ഛാ പോകല്ലേ. പോകല്ലേ. വാവ്. ഓക്കെ, ലാസ്റ്റ് ഒരെണ്ണം കൂടെ. ഞാൻ എന്റെ പരാജയം സമ്മതിച്ചു. ഏതാന്ന് പറയട്ടെ. ഇതിന്റെ പുത്തൻ റേബൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച് നിന്റെ കാലയും വിട്ടു. ശ്യാം സാർ പറയുമെന്ന് തോന്നണം. ഈ ഒരു കിനാശേരി ആയിരുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. ഇവരാരും കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായി വരുന്നുണ്ടോ അവിടെ? അവിടെ നല്ല രീതിയിലൊരു പോപ്പുലേഷൻ ഡിക്ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് കുടിയേറുന്ന വെച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അത് വളരെ ദീർഘവീക്ഷണം ഉണ്ടല്ലേ. അത് അവരെന്നെ നമ്മളോട് പറയും, ഞങ്ങളുടെ കൺട്രിയിൽ വയസ്സായവർ കൂടി ചെറുപ്പക്കാർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നേരെ തിരിച്ചാണ്, അപ്പൊ കൂടുതൽ പേര് വരികയാണെങ്കിൽ അത്ര നല്ലതെന്ന് അവരെ നമ്മളോട് പറയും. ആണ്. ഈ ഭക്ഷണമൊക്കെ നിങ്ങൾ പോയ ആൾക്കാരല്ലേ, അവിടെ പോയി ഭക്ഷണമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടിയോ ശ്യാമേ? ഓൾമോസ്റ്റ് ഒരു 80% നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും വളരെ ടേസ്റ്റിയാണ്. ഒയ്ഷി എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ആണ് അത്. അവര് അതേപോലെ നമ്മുടെ ഭക്ഷണമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ജപ്പാൻകാർ കൊടുക്കും. നമ്മളെ കൂടെ വർക്കുന്ന ദോര്യോ തച്ചിക്ക് കൊടുക്കും. അതേമാതിരി അവരെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരും. ഓപ്പർച്യൂണിറ്റീന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ മുന്നത്തെ മാസം ഞങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു അരുബൈത്തോ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. പെർ അവർ 1800 yen പെർ അവർ. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോലും ആളുകളില്ല. അപ്പൊ അവര് നമ്മളെ പെർമനന്റ് ആയിട്ടല്ല പാർട്ട് ടൈമിൽ എടുക്കാൻ തയ്യാറാണ്. അപ്പൊ ലക്ഷക്കണക്കിന് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണ്. വളരെ പെട്ടെന്ന് ജാപ്പനീസ് പഠിക്കേണ്ടിയിരിക്കുന്നു. ലാംഗ്വേജ് അക്കാഡമിയിലേക്ക് വരാട്ടോ. ജപ്പാനിൽ എന്താ വെച്ചാല് നമ്മുടെ മെയിൻ കമ്പനീസ് അറിയാലോ, ടൊയോട്ട, ഹോണ്ട, അതെ മിത്സുബിഷി, പിന്നെ പാനസോണിക്, സോണി, ഷാർപ്പ്, എല്ലാ കമ്പനികളും അവിടെ ഉണ്ട്. കമ്പനികൾ ഒരുപാടുണ്ട്, അവർക്ക് വർക്ക് ഫോഴ്സ് ഇല്ല. ഓൾമോസ്റ്റ് നമ്മുടെ ജപ്പാനിൽ ഒരു 7.5 ലക്ഷം കുട്ടികളാണ് ഉണ്ടാവുന്നത്. നമ്മളവിടെ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്നത് മാത്രം 15 ലക്ഷമാണ്. അവരെ ജനിക്കുന്ന കുട്ടികളെ എണ്ണവും നമ്മളെ ബിടെക് കഴിഞ്ഞവരെ എണ്ണവും ഓൾമോസ്റ്റ് ഡബിൾ ആണ്. ഈ ലാംഗ്വേജ് അക്കാഡമിയുടെ കാര്യം എന്നോട് നേരത്തെ ആരും പറഞ്ഞില്ലല്ലോ. അത് നമ്മുടെ ആൾക്കാർ എപ്പോഴും ചിന്തിക്കുക കാനഡ, യൂറോപ്പ്. അപ്പോൾ കാനഡ, യൂറോപ്പ് അങ്ങനെയുള്ള കൺട്രികളിൽ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. അവിടെ നമുക്ക് ജീവൻ എത്രത്തോളം, US പോയി കഴിഞ്ഞാൽ ജീവൻ എത്രത്തോളം. ഇപ്പോൾ കഴിഞ്ഞ തവണ ന്യൂസിലുണ്ടായിരുന്നു ഒരു കുട്ടീനെ പോലീസുകാരെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയേ. അങ്ങനെയുള്ള കേസൊന്നും ജപ്പാനിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതായത് എറണാകുളം സിറ്റിയിൽ രാത്രി 2 മണിക്ക് നമ്മുടെ കടവന്തറയിലെ നടന്നു പോവാൻ ചേച്ചിക്കാണെങ്കിൽ ചെറിയൊരു പേടി ഉണ്ടാവില്ലേ? ജപ്പാനിൽ എവിടെ വേണമെങ്കിൽ നടക്കാം, ഒന്നും ചെയ്യില്ല ഒരാളും. അത്രയും സേഫ് ആയ ഒരു കൺട്രി. ഇപ്പൊ കുട്ടികൾ പറഞ്ഞ പോലെ അത്രയും സേഫ് ആയ ഒരു കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മളെ വീട്ടുകാർക്കും സമാധാനമാണല്ലോ. നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെക്കാൾ ഫ്രണ്ട്സ് ആണല്ലോ. 10-30 പേര് ഒരുമിച്ച് അങ്ങ് പോകുന്നത് അല്ലേ? എല്ലാവരും ഒരുമിച്ചാണോ? അതിന് മുന്നേ പോയൊരു 27 സ്റ്റുഡൻസോളം ഉണ്ട് ഇപ്പൊ ഓൾറെഡി. അതിന് മുന്നേ പോയൊരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു JLA മുഖേന. ഇനിയിപ്പോ അവിടെ ഒരു JLA തുടങ്ങാം അല്ലേ? കാരണം എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതെ, പിന്നെ പുറത്തുള്ള കൺട്രികളെക്കാളും നമ്മളെ ഇന്ത്യക്കാരെ കുറച്ചൊരു വാല്യൂ ചെയ്യുന്നുണ്ട് ജപ്പാൻകാര്. കാരണം നമ്മള് അവരെ കൾച്ചർ അനുസരിച്ച് ജീവിക്കും. അതിനുള്ള ട്രെയിനിങ് നമുക്ക് JLA തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് പോകുന്നു. പക്ഷെ ഞാനൊരു സംശയം, ഈ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസുകൾ കൂടുതലാണോ അവിടെ? ആക്ച്വലി ലിവിങ് എക്സ്പെൻസ് നമ്മുടെ ഇവിടുത്തെ എമൗണ്ട് ഒക്കെ വെച്ചിട്ട് കേൾക്കുമ്പോൾ കൂടുതലാണെന്ന് തോന്നിയാലും അതുപോലെ അവിടെ ഒരു സ്റ്റുഡന്റിന് പാർട്ട് ടൈം ജോബ് എടുത്താൽ അവർലി പേയും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്താൽ അതിനനുസരിച്ചുള്ള സാലറി പാക്കേജും കിട്ടും. നമ്മളായിട്ട് കുക്ക് ചെയ്തിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുക കാര്യങ്ങളൊക്കെ ആണെങ്കിലും എക്സ്പെൻസ് നന്നായിട്ട് കുറയും. ഏകദേശം 70,000 വരുന്നത് നമുക്കൊരു 25-30 നമുക്ക് മന്ത്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളെല്ലാവരും ജപ്പാനിലേക്ക് പോവാണ്, ഭയങ്കര പ്രതീക്ഷകളോടുകൂടി പോവുകയാണ്. ഈ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമി അതിന് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത് സോഫാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാനൊരു ഒക്ടോബർ സമയത്താണ് JLA കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം JLA ഞാൻ കോണ്ടാക്ട് ചെയ്തത് എനിക്ക് ജപ്പാനിൽ പോകണം എന്നൊരു ആഗ്രഹത്തോടെ ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് ഗൂഗിൾ മാപ്പിൽ നിന്ന് നമ്പറൊക്കെ എടുത്തിട്ടാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം സച്ചിൻ സെൻസെയ്, സുബിൻ സെൻസെയ് ആണ്. അപ്പോഴത്തേക്കും അതിന്റെ കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ ഒക്കെ ഇങ്ങനെ ചെയ്യണം, ഇത്ര ഒരു ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം അവര് നമ്മളെ ഡിമാൻഡ് ചെയ്യില്ല, നമ്മൾ അങ്ങോട്ട് സമീപിക്കണം. ബാക്കി ഏജൻസി പോലെയല്ല. അപ്പം ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നും, ഇവരെന്താ ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ ഒരു പാഷനാണ്, നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആണ്. പിന്നെ എല്ലാ തെറ്റുകളും ഇങ്ങനെ തിരുത്തരുന്ന നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പേരിങ്ങനെയാണ്. ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ജപ്പാന്റെ ഒരു കൾച്ചർ അങ്ങനെയാണ്. നമ്മൾ സ്വന്തമായിട്ട്
സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അത് ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരും. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ്, ഇവിടെയാണ് തെറ്റ്, അങ്ങനെ. പിന്നെ പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയുടെ കാര്യങ്ങളും ടിക്കറ്റും ഒക്കെ പെട്ടെന്ന് വന്നു. അത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അതിനിടയിൽ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങി. അപ്പൊ ബാലു സെൻസെ ആയിരുന്നു, വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പം ജാപ്പനീസിന്റെ ഓരോ ബേസിക് ലെവൽ തൊട്ട് എങ്ങനെയാണ് എന്ന് ആദ്യമേ പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവിടെ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി പോകുന്ന 3 പേരില്ലേ, അത് ആരൊക്കെയാ? എങ്ങനെയാ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയോന്ന് പറയാവോ? ഞങ്ങൾ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിന്റെ അഡ്മിഷന്റെ ടൈം ആയിരുന്നു. അപ്പോ അഡ്മിഷൻ ടൈം ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. ഒരു ഫൈനൽ ഇന്റർവ്യൂ ഉണ്ടാവും. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഒരു മോക്ക് ഇന്റർവ്യൂ തന്നു. അപ്പോൾ ജാപ്പനീസിലായിരിക്കും. അപ്പൊ ടെൻഷനായിരുന്നു. അപ്പോ പറഞ്ഞു പേടിക്കണ്ട, ഞങ്ങള് സ്പെഷ്യൽ ക്ലാസ് വെച്ച് തരാന്ന് പറഞ്ഞു. ഫൈനൽ ഇന്റർവ്യൂവിനും മോക്ക് ഇന്റർവ്യൂവിനും മുമ്പ് സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ചോദിക്കാൻ ഇത്രയും നാളും ചോദിച്ചു വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് അതെങ്ങനെ അതിനെ അത് പഠിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന്റെ മിസ്റ്റേക്സ് ഒക്കെ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തൊക്കെ തന്നു. എന്നിട്ട് ഇന്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോഴായാലും ഫസ്റ്റ് മോക്ക് ഇന്റർവ്യൂ ആയിരുന്നപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പറഞ്ഞത് മനസ്സിലാവില്ലയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായി. പക്ഷെ യമനക്ക സെൻസെ ഒക്കെ ആണേലും യമനക്ക സെൻസെ യമനക്ക സെൻസെ ആണേലും ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാവോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ആയാലും പറഞ്ഞൊക്കെ തരും. വളരെ പയ്യെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. മോക്ക് ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ ഇന്റർവ്യൂയിലോട്ട് 1 മാസം ടൈം ഉണ്ടായിരുന്നു. ആ സമയത്തും സ്പെഷ്യൽ ക്ലാസ്സസ് തന്നു. പുതിയ ക്വസ്റ്റ്യൻസ് പിന്നെയും തന്ന് വരാൻ ചാൻസ് ഉള്ളതെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഫൈനൽ ഇന്റർവ്യൂ പാസ്സായി. മനസ്സിലായി, അടിപൊളി. ഈ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പോകുന്നത് അതോ ജോലി ആയിട്ടാണോ പോകുന്നത്? ജോലിക്ക് വേണ്ടിയാ പോകുന്നത്, കെയർ ഗിവർ വിസയില്. അത് ശരി, കെയർ ഗിവർ വിസയില് ജോലിക്കായിട്ടാണ് പോകുന്നത്. അപ്പൊ എത്ര വർഷം അങ്ങനെ ഉണ്ടോ? ഞങ്ങള് ഇപ്പൊ 5 വർഷത്തെ വിസയാണ്. ഇവിടുന്ന് പോവാണല്ലേ? 5 വർഷത്തേക്ക് പോവാണല്ലോ എല്ലാരും. ഞങ്ങൾക്ക് സ്കോളർഷിപ്പിൽ 1 ഇയർ ഇപ്പൊ അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് 5 വർഷത്തെ വിസയുണ്ട്, ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാം. ഈ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമിയിൽ പഠിച്ച് ജപ്പാനിലേക്ക് പോകാൻ റെഡി ആയിരിക്കുന്ന നിങ്ങൾ 30 പേരും ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 3 പേരുകളുണ്ടല്ലോ, ബാലു, സുബിൻ, സച്ചിൻ അല്ലേ? അവരെയും കൂടെ ഇങ്ങോട്ട് വിളിക്കട്ടെ പ്ലീസ് പ്ലീസ്. ഈ ടീച്ചർമാരാകുമ്പല്ലേ ഒരു വലിയ പരിപാടിയുണ്ട്. അതായത് നമ്മളെല്ലാം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കങ്ങ് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതല്ലേ. അപ്പൊ ചിലപ്പോൾ അഭിനയിച്ചൊക്കെ കാണിക്കേണ്ടി വരുമല്ലേ? അയ്യോ അങ്ങനെയാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന്ന് കഴിഞ്ഞാൽ മറ്റേ ആക്ഷൻ സോങ് ആക്ഷൻ ഇല്ല. ഞാൻ എല്ലാവർക്കും കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആക്ഷൻ ഇല്ലാതെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ JLA എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയ ആളാരാ? ആക്ച്വലി ഒരു 2010 തുടങ്ങിയ സ്ഥാപനം അല്ലെ? എന്തായിരുന്നു അങ്ങനെ ഇങ്ങനെ ഒരു ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമി തുടങ്ങാമെന്നൊരു തോന്നലുണ്ടായത്? ഞാൻ ജപ്പാനിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. ജാപ്പനീസ് ലാംഗ്വേജ് കൾച്ചർ ജാപ്പനീസ് ഗവൺമെന്റ് കോഴ്സ് പോയി ചെയ്തതായിരുന്നു. ബേസിക്കലി ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ തിരിച്ചു വന്നിട്ടാണ് എന്റെ PhD കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തോടുള്ള ഒരു ബന്ധം നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മളങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പം എന്ത് ചെയ്യാന്ന് ആലോചിച്ച സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. അപ്പം ജാപ്പനീസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ടുള്ള ക്ലാസ് തുടങ്ങിയതായിരുന്നു 2010. പിന്നെയാണ് 2018-19 ശേഷമാണ് നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ള ആരെയും പഠിപ്പിക്കുക അല്ലെങ്കിൽ ജപ്പാനിലേക്ക് പഠിച്ചിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. ഓൺലൈനിലും ഓഫ്ലൈനും ക്ലാസ്സുകളുണ്ടോ? 2 ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മളിനി ഇപ്പൊ കോഴിക്കോട് മാത്രമല്ലേ നിലവിൽ ബ്രാഞ്ച് ഉള്ളൂ അല്ലെങ്കിൽ ഓഫീസ് ഉള്ളൂ? അല്ല, നമുക്ക് കോഴിക്കോടുണ്ട്, കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂർ, ചെന്നൈയിൽ 10 വർഷമായിട്ടുള്ള ബ്രാഞ്ച് ഉണ്ട്. എറണാകുളത്ത് പള്ളുരുത്തിയിലുണ്ട്. പക്ഷെ അവിടെ ഇപ്പൊ ടീച്ചർ ഓൺലൈൻ ക്ലാസ് മാത്രമാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓഫ്ലൈൻ വാക്കിൻസ് ഇല്ല. പാലക്കാടുണ്ട്, പിന്നെ മധുരയിലുണ്ട്, തേനിയിലുണ്ട്, ജപ്പാനിൽ 3 ബ്രാഞ്ച് ഉണ്ട്. അടിപൊളി. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ JLAയിൽ പോയാൽ മതി കേട്ടോ. അല്ല, അങ്ങോട്ട് ജോലിയെ കൊടുത്താൽ നിങ്ങൾ വിടണമെന്ന് എനിക്ക് അറിയാം. അവരെ കാര്യമൊക്കെ സെറ്റാണ്, അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നമുക്കിപ്പോ UK പോകുന്നവരെ കണ്ടിട്ടുണ്ട്, USA പോകുന്നവരെ കണ്ടിട്ടുണ്ട്, കാനഡ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്തൊരു കോൺഫിഡൻസ് JLA സ്റ്റുഡൻസിൽ ഞാൻ കാണുന്നു. എന്താണെന്തോ? അല്ല, അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാനാണെങ്കിലും ബാലസെൻസി ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് 98% ടീച്ചേഴ്സും ജപ്പാനിൽ പോയിട്ട് ജാപ്പനീസ് പഠിച്ചു വന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ ലാംഗ്വേജിന്റെ ഒരു ആത്മാവ് അറിയാം.
അത് തൊട്ട് സ്പർശിച്ച് പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. മനസ്സിലായി. പിന്നെ മാത്രമല്ല ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സിലബസ് ആണ്. അത് മലയാളത്തിലാണ്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മലയാളം മീഡിയം ക്ലാസ് ഉണ്ട്, തമിഴ് മീഡിയം ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് ഉണ്ട്. മലയാളം അറിയുന്ന കുട്ടികളെ ഞങ്ങൾ കഴിയുന്നതും മലയാളം മീഡിയം ക്ലാസ്സിലാണ് ഉൾപ്പെടുത്താറ്. തമിഴ് അറിയുന്നവരെ തമിഴ് മീഡിയം ക്ലാസ്സിൽ, ബാക്കി രണ്ടും ഭാഷ അറിയാത്തവരെയാണ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ വെക്കുന്നുള്ളൂ. അപ്പൊ ഈ മലയാളത്തിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പാട്ട് പാടി പഠിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷെ അതൊരു പാട്ടിലൂടെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞപ്പോൾ ഞങ്ങള് ഇപ്പൊ ഈ 14 വർഷമായിട്ട് ഞങ്ങളുടെ കുട്ടികൾ ജപ്പാനിൽ പോയിട്ടുള്ള കുട്ടികൾ തന്നെ ഞങ്ങൾക്ക് ജപ്പാനിൽ ഒരുപാട് വോളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ തുടർന്ന് നമുക്ക് ഒരുപാട് ജാപ്പനീസ് പല കമ്പനികളുടെ ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പൊ ഇപ്പൊ ഇവർ പോവാണെങ്കിൽ ഇവർക്ക് ഈ പാർട്ട് ടൈം ജോബ് ചെന്ന ഉടനെ തന്നെ ഒരു 1 വീക്ക് 2 വീക്സ് പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള എല്ലാ സംവിധാനം ഞങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അവരോട് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് എല്ലാ പാർട്ട് ടൈം ജോബും സെറ്റാണ്. ചെന്ന ഉടനെ അവർക്ക് ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അതുപോലെ ഇവർക്കൊക്കെ സ്കോളർഷിപ്പും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ജപ്പാൻ ഗവൺമെന്റ് ജാസോ സ്കോളർഷിപ്പിന് ഇവർക്ക് എല്ലാ ആപ്ലിക്കേഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദൈവം സഹായിച്ച എല്ലാം കിട്ടേണ്ടതാണ്. ഇതുവരെ പോയി വീട്ടിലേക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ശരി, നിങ്ങളിപ്പോൾ ജപ്പാനിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി പഠിച്ചേക്കുന്ന ആൾക്കാരല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇനി ജപ്പാനിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇവരെ പോലെ തന്നെ. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന, ജപ്പാനിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു എക്സൈറ്റിംഗ് ആയ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി സ്കോളർഷിപ്പ് പ്രോഗ്രാം 3 പേര് സംസാരിച്ചിട്ടുണ്ട്. അവര് കെയർ ഗീവേഴ്സ് ആയിട്ടാണ് ജപ്പാനിൽ പോകുന്നത്. ഇതിന് സമാനമായിട്ട് ബോയ്സിനുള്ള ഒരു പ്രോഗ്രാം ഇപ്പം ഞങ്ങൾ ജപ്പാനീസ് ഗവൺമെന്റ് ആയിട്ട് പ്രപ്പോസൽ കൊടുത്തത് പാസ്സായിട്ടുണ്ട്. അത് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡീലിംഗ്സ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇവരൊക്കെ പഠിക്കുന്ന കോളേജിലെ അതോറിറ്റീസ് ആയിട്ടുള്ള അവരുടെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്നതാണ്. അപ്പം അതിൽ നമുക്ക് പാസ്സായിട്ടുള്ള പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ, ബോയ്സ് പ്രത്യേകിച്ചും, അവർക്ക് ഇവിടുന്ന് ബേസിക് ജാപ്പനീസ് പഠിച്ച് ജപ്പാനിൽ 1 വർഷം ഫ്രീ ആയിട്ട് പഠിക്കാം. എന്നിട്ട് 5 വർഷത്തെ ജോലി കോൺട്രാക്ട്, അത് ആദ്യം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് പോവുക. ഇതാണ് ഒരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ് ജോബ് ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ എൻട്രി ലെവൽ ജാപ്പനീസിന്റെ ഗവൺമെന്റ് പരീക്ഷ N5 മുതൽ N1 വരെ ഉള്ളതിൽ എൻട്രി ലെവൽ പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈവൻ എനി ഡിഗ്രി, അതായത് ബിടെക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും ഈ IT കമ്പനികളിൽ ജോലി വാക്കൻസീസ് ധാരാളം വന്നിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ, പോളിടെക്നിക് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. ജപ്പാനിലേക്ക് പോയി ലൈഫ് സെറ്റിൽ ആക്കണം, സെക്യൂർ ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം ജപ്പാൻ ലാംഗ്വേജ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഗംഭീരമാവട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനും വരാം കേട്ടോ, പഠിക്കാൻ. അപ്പോൾ ഏതായാലും ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമിക്കും അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങോട്ട് ജപ്പാനിലേക്ക് പോകുന്ന 30 പേരെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സ്റ്റുഡൻസ് ഒരുമിച്ച് പോകുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അവിടെ പോയി സുഷിയൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. നല്ല ജോലികളൊക്കെ ഏതായാലും ഓൾറെഡി ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.